പ്രിയമുള്ളവരെ, ഈ അഖീദ ഇത് നമുക്ക് പാരമ്പര്യമുള്ള നമ്മുടെ മുൻഗാമികൾ കൈമാറി നമുക്ക് കിട്ടിയ അഖീദയാണ്. യഥാർത്ഥ മുൻഗാമികൾ, നല്ലവരായ മുൻഗാമികൾ. ഇമാം അബൂദാവൂദിൻ്റെ മകനാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച ഇസ്ലാമിൻ്റെ ഇമ്മത്തുകളുടെ കൂട്ടത്തിൽ ഒരാൾ. ആ ഇമ്മത്തിൽ നിന്ന് കൈമാറി വന്ന അഖീദയാണ് നമ്മുടേത്. ഒരു ഇമാം നമുക്ക് മുന്നിലില്ലാതെ, അഥവാ ഒരു മാതൃക, നേരത്തെ പറഞ്ഞുപോയ ഒരു മാതൃകയില്ലാതെ ഒരു വാക്കും അഹ്ലുസുന്ന ദീനിൻ്റെ പേരിൽ പുതുതായി പറയുന്നില്ല. അഹ്ലുസുന്ന പുത്തൻവാദികളാണ് എന്നത് പുത്തൻവാദികളുടെ വ്യാജാരോപണമാണ്, ബിദ്അത്തുകാരുടെ വ്യാജാരോപണമാണ്. അവർ പല പേരിട്ട് വിളിക്കും. വഹാബികളാണ്, അല്ലെങ്കിൽ ഇവർ ഇബ്ൻ തൈമിയ്യയുടെ ആളുകളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കളവുകൾ പറയും. എന്തിനു വേണ്ടി? പറയുന്ന കാര്യം എന്താണ് എന്നതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ. പറയുന്ന കാര്യത്തിൽ ഏതാണ് പുതിയത് അത് നീ പറയൂ. ഞങ്ങൾ ഈ പറഞ്ഞ വാദങ്ങളിൽ ഏതിനാണ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാതെ അത് പറയൂ. അതല്ലാതെ നീ കുറേ പേരിട്ട് വിളിച്ചിട്ട് എന്ത് കാര്യം? അത് ജനങ്ങൾ വെറുപ്പിക്കാനുള്ള തന്ത്രമാണ്. ഹക്കിന് മോശമായ പേരുകൾ ഇട്ട് വിളിക്കുക എന്നുള്ളത് ആളുകൾ വെറുപ്പിക്കാൻ, സാധാരണക്കാരെ വെറുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ. പക്ഷേ അതുകൊണ്ടൊന്നും അഹ്ലുസുന്ന തകരുകയില്ല. ഇത് അന്ത്യനാൾ വരെ അള്ളാഹു സംരക്ഷിക്കുന്ന വിശ്വാസവും ആശയവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിലുറച്ചു നിൽക്കാൻ, അതിലായി മരിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ.